നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നിവിടെ ഹോട്ട് എയർ ബലൂൺസിന്റെ ഫെസ്റ്റിവൽ നടക്കുകയാണ്. 1783 കാലഘട്ടങ്ങളിലാണ് ഈ ബലൂൺസിന്റെ കണ്ടുപിടുത്തം. അവിടെ ഏകദേശം 2 വർഷത്തിന് ശേഷം 1785 ഹോട്ട് എയർ ബലൂൺസിന്റെ തന്നെ പൈലറ്റ്സ് ആയിരുന്ന ഫ്രഞ്ചുകാരനായിട്ടുള്ള ബ്ലഞ്ചാർഡും അമേരിക്കക്കാരനായിട്ടുള്ള ജെഫ്രീസും കൂടെ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ്. അത് ഏകദേശം 560 കിലോമീറ്റർ നീളമുണ്ട്. എന്നാലും അവർ ക്രോസ് വരുന്ന ഏകദേശം 50 കിലോമീറ്റർ ആണ്. അത് അവർ ക്രോസ് ചെയ്യാനായിട്ട് ഏകദേശം തീരുമാനിക്കുകയാണ്. അവരുടെ യാത്ര ആരംഭിക്കുകയും ചെയ്തു. യാത്ര ഏകദേശം 10 കിലോമീറ്ററോളം സുരക്ഷിതമായിട്ട് ട്രാവൽ ചെയ്തു. എന്നാൽ 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവരുടെ ബലൂൺ താഴ്ന്ന് പറക്കുന്നതായിട്ട് അവർക്ക് തോന്നി. താഴോട്ട് കടലിലേക്ക് പതിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അവർ നിയന്ത്രണത്തിലാക്കാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ മുന്നിലെ മരണമാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അവർക്ക് പിന്നെ ഒരൊറ്റ വഴി അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഈ ബലൂണിന്റെ ഭാരം കുറയ്ക്കുക. എങ്ങാനും കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ തുഴഞ്ഞ് രക്ഷപ്പെടാനുള്ള തുഴകൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ലൈഫ് ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു, അത് ഭാരം കുറയ്ക്കുന്ന ഭാഗമായിട്ട് അവർ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. മെഡിക്കൽ ബോക്സുകൾ, അവരുടെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ബൂട്ടുകൾ, കോട്ടുകൾ എല്ലാം കടലിലേക്ക് ഓരോന്നായിട്ട് അവർ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ അവരുടെ ഭാരം കുറയ്ക്കുന്നതോടുകൂടി അവരുടെ ബലൂൺ കുറേശ്ശെ ഉയർന്നു പൊങ്ങാനായിട്ട് തുടങ്ങി. അവരിട്ടിരുന്ന ക്ലോത്ത്സ് വരെ അവര് എറിഞ്ഞ് കളഞ്ഞു. അത് ഫലം കണ്ടു. അവരുടെ ബലൂൺ വീണ്ടും ഉയർന്നു പൊങ്ങി. എബ്രായർ 12:1 നാമോ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ മുറുക്കി പിടിച്ചിരിക്കുന്ന പാപങ്ങളും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ ഭാരങ്ങളും മുറുക്കി പിടിച്ചിരിക്കുന്ന പാപങ്ങളും വിട്ടാലേ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പറന്നു പോകാൻ പറ്റുള്ളൂ. കർത്താവ് പറയാ, 2 കൈകളും വിരിച്ചു നിന്നിട്ട് കർത്താവ് പറയാ, നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. അങ്ങനെ കർത്താവ് പറയുന്നില്ലേ? കാരണം അനാവശ്യമായിട്ടുള്ള വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ്, പാപചിന്തകള് എല്ലാം നമുക്ക് വെടിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കാം. നമ്മുടെ ഹൃദയത്തെ ഫ്രീ ആക്കി നമ്മുടെ കർത്താവിനോട് ചേരാം. ആമേൻ.